ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി. കോൺഗ്രസിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കണമെന്ന് നേരത്തെ കോൺഗ്രസിലെ വനിതാ നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന നിലപാടാണ് KPCC നേതൃത്വം സ്വീകരിച്ചത്. എപ്പോഴാണ് ആവശ്യം വനിതാ നേതാക്കൾ ഉയർത്തിയത്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യത്തെ വെളിപ്പെടുത്തൽ വന്ന സമയത്താണ്, ആദ്യത്തെ ശബ്ദരേഖ പുറത്തു വന്ന സമയത്താണ്. എന്നാൽ അന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മുഖം രക്ഷിക്കാനാണ് കോൺഗ്രസ് നേതൃത്വം ശ്രമിച്ചത്. പിന്നീടും ശബ്ദരേഖ പുറത്തു വന്നു, പരാതി ലഭിച്ചു. അപ്പോഴും കോൺഗ്രസ് നേതാക്കൾ പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, പരാതിയില്ലല്ലോ എന്ന്. കേസ് അന്വേഷിക്കുകയാണല്ലോ പോലീസ്, പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ടല്ലോ, അവർ അന്വേഷിക്കട്ടെ, അവർ തീരുമാനമെടുക്കട്ടെ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് കോൺഗ്രസ് നേതാക്കൾ. എന്നാൽ പിന്നീട് പരാതി വന്നപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത് ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കും എന്നാണ്. അത് ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. പിന്നീട് പോലീസ് അറസ്റ്റിലേക്ക് നീങ്ങി, രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയി. അപ്പോഴും ഇതേ പല്ലവി ആവർത്തിക്കുകയാണ് ചെയ്തത് കോൺഗ്രസ് നേതാക്കൾ. ഒടുവിൽ ഗത്യന്തരമില്ലാതെ ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നു. എന്താണ് കോൺഗ്രസ് നേതാക്കൾ പ്രതീക്ഷിച്ചത് നടപടിയെടുക്കാൻ? എല്ലാ ഭാഗത്തു നിന്നും വലിയ സമ്മർദ്ദം ഉയർന്നു വന്നപ്പോഴും KPCC പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കൾ ആ സമ്മർദ്ദത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴും അവരുടെ മനസ്സിലുള്ളത് എന്താണ്? ജാമ്യം ലഭിക്കും കോടതിയിൽ നിന്ന്. ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് നടപടിയെടുക്കേണ്ട, അതുവരെ നീട്ടിക്കൊണ്ടുപോകണം. മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുകയാണ് കോടതി. കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ തിരിച്ച് കോൺഗ്രസിലേക്ക് കൊണ്ടുവരാം. അത് വലിയ ചർച്ചയാക്കി മാറ്റാം കേരളത്തിൽ. CPM-ന്റെ പോലീസിന്റെ കുൽസിത ശ്രമങ്ങൾക്ക് ഏറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ് എന്ന് പറയാം. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെ വീണ്ടും ഹീറോ ആക്കി കൊണ്ടു നടക്കാം. ഇതൊക്കെയായിരുന്നു ഷാഫി പറമ്പിലിന്റെയും അതേപോലെ കോൺഗ്രസ് നേതാക്കളുടെയും മനസ്സിലുണ്ടായിരുന്നത്. അവസാനം കോടതി ജാമ്യം നൽകിയില്ല. പിന്നീട് ഒരു വഴിയും ഉണ്ടായിരുന്നില്ല കോൺഗ്രസ് നേതാക്കളുടെ മുന്നിൽ. അങ്ങനെയാണ് ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത്. അവിടെ കൊണ്ട് തീരുമോ? തീരില്ല. അവിടെ കൊണ്ട് ഒരിക്കലും തീരില്ല. അന്വേഷണം രാഹുൽ മാങ്കൂട്ടത്തിൽ അവസാനിക്കില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് അത് മുന്നോട്ട് പോകും. ആ വെടിയാണ് പൊട്ടിച്ചത് സംസ്കാര സാഹിതിയുടെ സംസ്ഥാന അധ്യക്ഷയായ MA ഷഹനാസ്. അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അത് കോൺഗ്രസിൽ മാത്രം ചർച്ച ചെയ്താൽ പോരാ, സമൂഹവും ചർച്ച ചെയ്യണം. ഗഡ്മാഷെ കുറിച്ചാണ്, വടകര MP കുറിച്ചാണ്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗോഡ്ഫാദറെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാം അറിയാം ഗോഡ്ഫാദർക്ക് എന്ന് വെച്ചാൽ ഷാഫി പറമ്പിൽ MPക്ക് എല്ലാം അറിയാം. പല കാര്യങ്ങളും ഞാൻ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാക്കുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കയ്യിലിരിപ്പ് എന്താണ് എന്ന്, തനിക്ക് അയച്ച മെസ്സേജിൽ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് എന്ന് MA ഷഹനാസ് അറിയിക്കുന്നുണ്ട് ഷാഫി പറമ്പിലിനെ. ഇങ്ങനെയുള്ള ഒരാളെയാണോ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാക്കുന്നത്? അദ്ദേഹത്തിന്റെ കീഴിൽ യൂത്ത് കോൺഗ്രസിൽ പെൺകുട്ടികൾക്ക് പ്രവർത്തിക്കാൻ കഴിയുമോ? ഈ ചോദ്യം ചോദിച്ചിരുന്നു ഷാഫി പറമ്പിലിനോട് എന്നാണ് MA ഷഹനാസ് പറഞ്ഞത്. ഫേസ്ബുക്ക് പോസ്റ്റിൽ കൃത്യമായും പറയുന്നുണ്ട് എന്തൊക്കെ നടന്നു എന്നും. അതിനുശേഷം മാധ്യമപ്രവർത്തകരെ കണ്ടു, അന്തിച്ചർച്ചകളിൽ പങ്കെടുത്തു, കൃത്യമായും നിലപാട് പറഞ്ഞു. ഷാഫി പറമ്പിലിന് ഇതെല്ലാം അറിയാം എന്ന്. ഇനി അന്വേഷണം നീങ്ങേണ്ടത് ഷാഫി പറമ്പിലേക്ക് തന്നെയാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൃത്യമായി ചോദ്യം ചെയ്താൽ പല നേതാക്കളുടെയും വിവരങ്ങൾ പുറത്തു വരും, അവരുടെ ചെയ്തികൾ പുറത്തു വരും. രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രമായി ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ കഴിയുമോ? അത് ഒന്നല്ല രണ്ടല്ല, നിരവധി പെൺകുട്ടികൾക്ക് എതിരെ അല്ലെങ്കിൽ പെൺകുട്ടികളെ ചൂഷണം ചെയ്യാനുള്ള ശ്രമം, ചൂഷണം ചെയ്തത്, ഇതൊക്കെ നടക്കുമ്പോൾ ഷാഫി പറമ്പിലിനോടൊപ്പമുള്ളവരും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അനുയായികളും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ അതങ്ങ് പെട്ടെന്ന് വിഴുങ്ങാൻ കഴിയുന്നവരല്ല മലയാളികൾ. ചില സംശയങ്ങളൊക്കെ അവരുടെ മനസ്സിലുമുണ്ട്.
അതൊക്കെ വരും ദിവസങ്ങളിൽ പുറത്തു വരും. ആ വെടിയാണ് പൊട്ടിച്ചത് MA ഷഹനാസ്. അത് കോൺഗ്രസിനെ പിടിച്ചു കുലുക്കിയിട്ടുണ്ട്. ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്ര കടുത്ത നടപടിയിലേക്ക് പോകാൻ കോൺഗ്രസ് നേതൃത്വത്തെ പ്രേരിപ്പിച്ചതും MA ഷഹനാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെയാണ്. ആ പോസ്റ്റിൽ കൂടുതൽ നേതാക്കളിലേക്ക് അന്വേഷണം പോകും എന്ന കൃത്യമായ സൂചനകൾ ഉണ്ട്. അത് പോലീസ് അന്വേഷിച്ചാൽ, അതിലേക്ക് അന്വേഷണം പോയാൽ കോൺഗ്രസിന് തന്നെ തല ഉയർത്തി നിൽക്കാൻ കഴിയാത്ത അവസ്ഥ വരും എന്ന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നടപടിയെടുത്തത്. അതല്ലാതെ കോൺഗ്രസ് ചെയ്ത മഹാകാര്യമായി ഇതിനെ അവതരിപ്പിക്കുന്നവരോട് മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ല കോൺഗ്രസിന് മുന്നിൽ. അതല്ലെങ്കിൽ കോൺഗ്രസ് ഇതിനേക്കാളും നാണം കെടും, ഇതിനേക്കാളും ചീഞ്ഞളിയും. അതുകൊണ്ട് തന്നെയാണ് നടപടിയെടുത്ത് മുഖം രക്ഷിക്കാൻ ശ്രമിച്ചത്. പക്ഷേ അതുകൊണ്ടൊന്നും തീരില്ല. ഇനിയും അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ചെന്നെത്തുക വടകര MP യിലേക്ക് തന്നെ ആയിരിക്കും എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്.